ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കടച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറി വെച്ച് നോക്കിയാലോ. അപ്പൊ ഞാൻ എന്താ കടച്ചക്ക അരിഞ്ഞ് 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കടച്ചക്ക എപ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ, ഇല്ലെങ്കിൽ ഒരു കറുപ്പ് കളർ വരും. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ അവിടെ ചെറിയുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഒരു പച്ചമുളക്, ഒരു തക്കാളി, തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ അരമുറി തേങ്ങ ഇട്ടെടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞതും ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്കൊരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് കരിയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അത് തണുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ആ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയത്, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാട്ടി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കടച്ചക്ക നന്നായി വെന്ത് വരട്ടെ. അത് വേഗം വേവും കേട്ടോ. കടച്ചക്ക കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വേഗം വെന്ത് കിട്ടും. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അതാ നമ്മുടെ കടച്ചക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ.
നമ്മൾ തേങ്ങ കൂടി അരച്ചത്. വെള്ളമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ആവശ്യം പോലെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസാലക്കറി, ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അത് ഒരുപാട് വെള്ളത്തിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇത് ചട്ടിയിലായതുകൊണ്ട് ഒന്നും കൂടി ഇത് കുറുകി വരും. ഇതൊന്നൊന്ന് തിളയ്ക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്തിടാണ്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുണ്ട് കേട്ടോ. ഇങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കടച്ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക് യു.